സോ ഗൈസ്, നമ്മൾ തൃശ്ശൂർക്ക് പോകണേണ്. അപ്പം എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ചെന്നപ്പോൾ കുറേ തത്തനെ കണ്ട്. അപ്പോൾ തത്തനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് തന്നിട്ടാ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എമൂനെ കണ്ട്. ആണും പെണ്ണായിട്ടുള്ള എമു ഒക്കെ ഉണ്ട്, പക്ഷെ കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ ഒരു എമു വന്നിട്ട് നമ്മളെ വീഡിയോക്ക് പോസ് ചെയ്തിട്ട് പോയി കളഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വൈറ്റ് പെലിക്കൻ എന്ന് പറഞ്ഞ പക്ഷീനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മൂങ്ങനെ കണ്ട്, അതിനെ കണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറുക്കന്മാരെ കണ്ട്. കുറുക്കന്മാരെ അങ്ങോട്ട് അകലെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ മാറ്റമുണ്ട് കേട്ടോ അവിടെ. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കൂട്ടിൽ കുറേ മാനിനെ കണ്ട്. പക്ഷെ മാനിനെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കാരണം അവർ ദൂരെ പോയി കിടക്കണമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നടന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഒരു ഓസ്ട്രിച്ചിനെ കണ്ട്. ആൾ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പോയി കളഞ്ഞിട്ടാ. പിന്നെ നല്ല വീഡിയോക്കാട്ട് ഓസ്ട്രിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മ്ലാവോ അങ്ങനെ എന്തോ ഒരു മൃഗത്തിനെ കണ്ട്. ഞാൻ കണ്ടോ, അപ്പോൾ മ്ലാവെന്ന് എനിക്ക് പേര് കിട്ടല്ല. ആദ്യം ഞാൻ മ്ലഴൂന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട്. 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് കേട്ടോ. നല്ല വലിയക്കാട്ട ഹിപ്പോപ്പൊട്ടാമസാണ്. പിന്നെ അതിനൊരു പേരുണ്ട്, രശ്മിയും പോപ്പിയും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിൽ ആദ്യം കുറച്ച് നേരം കളിപ്പിക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞ് ഇനിയും കാണാനുണ്ട്, പുലിയും പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പാമ്പിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പേടിച്ചാണ് പോയത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ആ പാർക്കിൽ തന്നെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോന്ന്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മുതലിനെ കണ്ടിട്ടാ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ. ഒരു വലിയ കുളത്തിലായിരുന്നു കേട്ടോ ഈ സാധനം. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പക്ഷീനെ കണ്ട്, ബട്ട് പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ സൈഡിലൊക്കെ എന്താ ബോർഡിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊന്നും വായിച്ചു നോക്കിയില്ല, ഞാൻ വെറുതെ വീഡിയോ എടുത്തിട്ട് പോകുന്നിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറേ മാനിനെ കണ്ട്. പുള്ളിയൊക്കെ ഉള്ള മാനായിരുന്നു കേട്ടോ. പിന്നെ വലിയക്കാട്ട കൊമ്പും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പിന്നെ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പുലീനെ കണ്ട്. ഇത് കണ്ട, പുലി നമ്മൾ വീഡിയോക്കൊക്കെ പോസ് ചെയ്ത് നടന്ന് അങ്ങോട്ട് പോണേണ് സ്ലോ മോഷനിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ കൂട്ടിൽ വലിയ കാട്ടൊരു പുലി ഉണ്ടായിരുന്നു, പക്ഷെ ഇരുട്ടായതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വീഡിയോ കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സിംഹത്തിനെ കണ്ട്. പക്ഷേ സിംഹം ഉറക്കമായതുകൊണ്ട് അതിൻ്റെയും വീഡിയോ കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയപ്പോൾ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷികളുടെ പേരും നോക്കാണ്ട് വെറുതെ ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ പുള്ളിപ്പുലിയാണ്, അതിനെ കണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. പക്ഷെ കുരങ്ങന്മാരൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ട് അനങ്ങാണ്ടിരിക്കണമെന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു മുതലിനെ കണ്ടിട്ടോ. നല്ല വലിയ കാട്ടം മുതലായിരുന്നു. ഞാൻ എന്നിട്ട് വീഡിയോ എടുത്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ വാലും ഒരു മര്യാദ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പാമ്പിൻ്റെ അങ്ങാടി കയറിയായിരുന്നു കേട്ടോ. പക്ഷെ പാമ്പിൻ്റെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞതേ കണ്ട, മയിലുണ്ടായിരുന്നു. മയിലിനോട് പീലി വിരിക്കാൻ പറഞ്ഞിട്ട് വിരിച്ചില്ല, അഹങ്കാരം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൊക്കെ കയറി. അവിടെ ഒരു എക്സിബിഷനൊക്കെ കയറി നമ്മൾ രാത്രിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ബൈ.